ഹലോ ഗായ്സ്, അങ്ങനെ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു. ഇനി വോട്ടെണ്ണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് നമ്മളൊക്കെ. ആരൊക്കെയാണ് ജയിക്കുന്നത്, ആരാണ് ജയിക്കുന്നത്, LDF തുടർഭരണം കിട്ടുമോ, അതോ UDF വരുമോ, NDAക്ക് എത്ര സീറ്റ് കിട്ടും, ഇതൊക്കെയാണ് എല്ലാവരും ആലോചിച്ചിരിക്കുന്ന കാര്യം. അപ്പം ഞാനിപ്പോൾ ഇവരുടെ പറയാൻ പോണ കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. എത്ര മന്ത്രിമാർ നമ്മുടെ ഈ മന്ത്രിസഭ ഈ 10 വർഷമായിട്ട് ഭരിച്ചു മുടിച്ച കേരളത്തിലെ മന്ത്രിമാർ ഭരിച്ചു മുടിച്ചില്ലെന്ന് ഇവർക്കൊന്നും ആർക്കും പറയാൻ പറ്റില്ല. രഹസ്യമായിട്ട് പോലും CPM പോലും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് ഭരണവിരുദ്ധ വികാരം. അതെന്തുകൊണ്ടാണ്? അവരുടെ എന്താ പറയുക, അഴിമതി ചെറിയ അഴിമതിയല്ല. വികസനം നടത്തിയോന്ന് ചോദിച്ചാൽ 10 വർഷമായിട്ട് വികസനം നടത്തണ്ടേ? ഒരു നാട് 10 വർഷത്തിന് മുന്നുണ്ടായിരുന്ന കണക്കാണോ ഇപ്പോഴും ഉണ്ടാകേണ്ടത്? ഒരിക്കലുമല്ല. നമ്മളുടെ ടാക്സ് പണം വാങ്ങിച്ചുകൊണ്ട് നാട്ടിൽ വികസനം നടത്തുക, നാട്ടിൽ എന്തൊക്കെ ഇനി വേണം എന്ന് വിചാരിച്ചിട്ട് ഓരോ വർഷവും അതിനു വേണ്ടിയിട്ടുള്ള വികസനങ്ങൾ നടത്തുക അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ സർക്കാരുകളെ തീരുമാനിക്കുന്നത്. അല്ലാണ്ട് പഴയ കണക്ക് കാളവണ്ടി യുഗത്തിലേക്ക് പോകാനല്ലല്ലോ. അപ്പോൾ 10 വർഷം മുന്നുണ്ടായതിനേക്കാൾ വികസനം 1000% വികസനമാണ് നമുക്ക് വരേണ്ടത്. പക്ഷേ 10 വർഷത്തിന് മുന്നുണ്ടായിരുന്ന വിലക്കയറ്റവും ഇപ്പോഴത്തെ വിലക്കയറ്റവും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ വെള്ളത്തിനൊക്കെ 50% വർധനമാണ് ഉണ്ടാക്കിയിരുന്നത്. അതുപോലെ തന്നെ കറണ്ട് ചാർജ് എല്ലാത്തിനും. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വെള്ളക്കരം മുതൽ കറണ്ട് ചാർജ് വരെ 50% വരെ കൂട്ടിയ ഒരു സർക്കാരാണ്. അത് നമ്മളൊരു കുറ്റമൊന്നും പറയുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ വികസനം വേണം, മാക്സിമം ലോഡ് ഷെഡിങ് ഉണ്ടാവാതിരിക്കണം. ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ തന്നെ അതൊക്കെ അംഗീകരിച്ചു കൊടുത്തു. ഓരോ സാധനങ്ങളുടെ വിലയും തീ പിടിച്ച വിലയാണ്. അപ്പം പിന്നെ വികസനം നടത്തി എന്ന് പറഞ്ഞാൽ ഒരു റോഡ് പണിഞ്ഞാലോ ഒരു പാലം പകുതിയാക്കിയാലോ ഉദ്ഘാടനം നടത്തിയാലോ വികസനമാവില്ല. ഇവിടുത്തെ സ്റ്റുഡൻസ് കുട്ടികളൊക്കെ പുറത്ത് പോയി പഠിക്കാനായിട്ടും ലോണും കാര്യങ്ങളും ഒക്കെ എടുത്ത്, ഇപ്പോൾ എൻ്റെ മോൻ തന്നെ എത്രയോ ലക്ഷം രൂപയാണ് നമ്മൾ ലോൺ എടുത്ത് പഠിപ്പിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പഠിക്കേണ്ടി വരുന്നത്? കാരണം ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം കറക്റ്റ് അല്ല. അതുപോലെ തന്നെ ആരോഗ്യ മേഖലയൊന്നും ഞാൻ പറയേണ്ട ആവശ്യം പോലും ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ അഴിമതി നടത്താൻ വേണ്ടി മാത്രമുള്ള ഒരു ഭരണകൂടത്തിൽ എത്ര മന്ത്രിമാർ തോൽക്കും, എത്ര മന്ത്രിമാരാണ് ഈ പ്രാവശ്യം തോൽക്കാൻ പോകുന്നുള്ള എൻ്റെ പ്രഡിക്ഷനാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് പറയാം. പിണറായി വിജയൻ എന്തായാലും മുഖ്യമന്ത്രിയായ നമ്മുടെ പിണറായി വിജയൻ എന്തായാലും തോൽക്കാനുള്ള സാധ്യത കുറവാണ്. അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കുറയും, പക്ഷേ അദ്ദേഹം ജയിക്കും. ബാലഗോപാലാണ് തോൽക്കാൻ പോകുന്ന ഒന്നാമത്തെ മന്ത്രി. ബാലഗോപാൽ ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീ ബാലഗോപാൽ ഒന്നാമതായിട്ട് തോൽക്കും എന്ന് ഞാൻ പറയുകയാണ്. അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്ന് അവകാശപ്പെടുന്ന ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു. ഇംഗ്ലീഷ് നേരെ ചൊവ്വേ അറിയാത്തത് നമ്മുടെ ഒരു കുറ്റമൊന്നുമല്ല. ഇപ്പോൾ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതൊക്കെ ഓക്കെ. പക്ഷേ എന്നാൽ ഒരു ഇംഗ്ലീഷ് പ്രൊഫസറാണ് എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് മര്യാദയ്ക്ക് ഒരു ഇംഗ്ലീഷ് സെൻറ്റൻസ് സംസാരിക്കാൻ അറിയില്ല എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര സ്വയം നമുക്ക് ജാള്യത തോന്നുന്ന കാര്യമാണ്. അപ്പം ശ്രീമതി ബിന്ദുവാണ് രണ്ടാമതായി ഞാൻ തോൽക്കുമെന്ന് പറയുന്ന ആൾ. മൂന്നാമത് ശിവൻകുട്ടിയാണ്. നമ്മളുടെ വിദ്യാഭ്യാസം എന്ന് പറയാൻ കൂടി അറിയാത്ത കുട്ടികളുടെ ശിവൻകുട്ടി അപ്പൂപ്പനാണെന്ന് സ്വയം അവരോധിക്കപ്പെടുന്ന, ഞാൻ എന്തോ ഒരു മഹാസംഭവമാണെന്ന് മര്യാദയ്ക്ക് 2 സെൻറ്റൻസ് കൂട്ടിപ്പറയാൻ പോലും അറിയാത്ത നമ്മുടെ ശിവൻകുട്ടി അണ്ണൻ, കാലും പൊക്കി പണ്ട് ചാടിയ ശിവൻകുട്ടി അണ്ണനാണ് മൂന്നാമതായി തോൽക്കാൻ പോകുന്ന ആ പ്രഗത്ഭനായ മന്ത്രി. നാലാമതായിട്ട് നമ്മുടെ ആരോഗ്യരംഗം രോഗാരോഗ്യ രംഗത്ത് ഏറ്റവും മികച്ച ആരോഗ്യ രംഗമായി അല്ലെ ആരോഗ്യ സംസ്ഥാനം ആരോഗ്യ സംസ്ഥാനമായി മാറ്റിയ നമ്മുടെ കഴുത്തുളുക്ക് മന്ത്രിയുണ്ടല്ലോ, വീണ ജോർജ്, അത് നാലാമതായി അവരാണ് തോൽക്കാൻ പോകുന്നത് കേട്ടോ. നാലാമത് ഓക്കെ. അതിനുശേഷം പിന്നീട് മന്ത്രി അനിൽ ജയിക്കും. പ്രസാദ്, കൃഷി വകുപ്പ് മന്ത്രി പ്രസാദ് ജയിക്കാനുള്ള സാധ്യതയുണ്ട്. റവന്യൂ വകുപ്പ് മന്ത്രി രാജൻ ജയിക്കും. പിന്നെ നമുക്ക് അടുത്ത് തോക്കാൻ പോകുന്ന അബ്ദുറഹ്മാൻ എന്ന് പറയുന്നൊരു മന്ത്രിയുണ്ട് കേട്ടോ. അയാൾ എന്ത് വകുപ്പാണെന്നൊന്നും എനിക്ക് മര്യാദയ്ക്കൊന്നും അറിയത്തില്ല, അയാൾ തോൽക്കും. പിന്നെ അതുപോലെ കൃഷ്ണൻകുട്ടി നിന്നില്ല. നമ്മുടെ കറണ്ട് ഇരട്ടി കറണ്ട് ചാർജ് കൂട്ടി എന്നിട്ട് പറയുന്നത് ലോഡ് ഷെഡിങ് ഇല്ല. 10 വർഷം മുമ്പേ ഇരുട്ടിലായി കിടന്ന കേരളം നാണോ ഉണ്ട്. അപ്രതീക്ഷിത കറണ്ട് കട്ടാണ്. ഇപ്പോഴും ഞാൻ ഈ സംസാരിക്കുമ്പോൾ ഇവിടെ കറണ്ട് ഇല്ല, വട്ടൂർക്കാവാണ്. അപ്പോൾ എപ്പോഴൊക്കെ കറണ്ട് പോകണമെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അപ്രതീക്ഷിതമായിട്ട് 5-10 മിനിറ്റ് അങ്ങ് കളയുവാണ്. മറ്റേത് അറ്റ്ലീസ്റ്റ് അരമണിക്കൂർ കറണ്ട് കട്ട് ഉണ്ടെങ്കിൽ തന്നെ പറയുമായിരുന്നു. ആ സമയത്ത് നമുക്ക് അടുത്ത സോഴ്സ് അല്ലെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് ഇൻ്റർനെറ്റും അതും ഇതും എല്ലാം അടിച്ചു പോകുമ്പോൾ, AC അടിച്ചു പോകുമ്പോൾ എത്രയോ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അതൊന്നും ഇല്ലാതെ അരമണിക്കൂർ മുമ്പ് കട്ടിങ് ഉണ്ട് എന്ന് പറഞ്ഞെങ്കിലും ചെയ്യാറുണ്ട്. ഇത് അങ്ങനെയൊന്നുമില്ല, ഒരു ദിവസം 5 തവണ അങ്ങ് കട്ട് ചെയ്യണം. അതവിടെ നിൽക്കട്ടെ. പിന്നെ അടുത്തതായിട്ട്
തോക്കാൻ പോകുന്ന തൃത്താലയിൽ മത്സരിച്ച എം ബി രാജേഷ് എക്സൈസ് വകുപ്പ് മന്ത്രിയായിരുന്നു. അദ്ദേഹമാണ് അടുത്ത തോൽക്കാൻ പോകുന്ന മന്ത്രി. പിന്നെ ചിഞ്ചുറാണി ചടയമംഗലത്ത് ജയിക്കും. അടുത്ത് തോൽക്കാൻ പോണേ നമ്മുടെ ദേവസ്വം വകുപ്പ് മന്ത്രി വാസവനാണ്. അദ്ദേഹം 8 നിലയിൽ പൊട്ടുമെന്നും എനിക്ക് ഉറപ്പാണ്. അതുപോലെ തന്നെ അടുത്തത് തോൽക്കാൻ പോണേ പത്തനാപുരത്ത് നിന്ന് ജയിച്ച ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേശനാണ്. ഗണേശന് 8 നിലയിൽ പൊട്ടും എന്നുള്ള കാര്യവും ഉറപ്പാണ്. അതിനുശേഷം പിന്നീട് നമ്മുടെ VD സതീഷിനെ വനത്തിനകത്ത് എന്തോ സുഖവാസ കേന്ദ്രം ഉണ്ടാക്കാമെന്ന് പറയുന്ന ശശീന്ദ്രൻ സാറാണ്. അദ്ദേഹമാണ് ഇനി അടുത്തതായിട്ട് തോൽവി ഏറ്റുവാങ്ങാൻ പോകുന്ന മന്ത്രി. അങ്ങനെ പിന്നീട് എനിക്ക് തോൽക്കണമെന്ന് ഇത്രയും പേര് 10 മന്ത്രിമാരുടെ പേര് ഞാൻ പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. പിന്നീട് അടുത്ത് എനിക്ക് തോൽക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു മന്ത്രിയുണ്ട്. ഈ ഭരണത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞാൽ ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് ധാർഷ്ട്യം നടിക്കുന്ന ഒരു മന്ത്രി. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും. അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യം അറിയാവുന്ന അറിയത്തില്ല. അദ്ദേഹം എല്ലാവരുടെ മുന്നിൽ ഭയങ്കര സൗമ്യനായി സംസാരിക്കുന്ന പി രാജീവ്. അങ്ങനെ 11 മന്ത്രിമാർ തോൽക്കും. എൻ്റെ പ്രഡിക്ഷൻ കേട്ടോ.